ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വാർത്തകൾ. ബിരുദവും PGയുമുള്ളവർക്ക് 80,000 രൂപ ശമ്പളത്തിൽ തിരുവനന്തപുരത്ത് ജോലി. തിരുവനന്തപുരം സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട്, പ്രൊജക്ട് റിസർച്ച് സയന്റിസ്റ്റ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിൽ 7 ഒഴിവുകളും പ്രൊജക്ട് റിസർച്ച് സയന്റിസ്റ്റ് തസ്തികയിൽ 1 ഒഴിവാണ് ഉള്ളത്. അപേക്ഷ അയക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ 10 ആണ്. നിയമനം താൽക്കാലികമായിരിക്കും. പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്കോ പബ്ലിക് ഹെൽത്ത്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ആന്ത്രപ്പോളജി, ലൈഫ് സയൻസ് എന്നിവയിൽ PG ഉള്ളവർക്കോ അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയായ മലയാളത്തിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ട്രാൻസ്, ഇന്റർസെക്സ് വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളോട് അടുത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരോ ആകുന്നത് അഭികാമ്യം. MS ഓഫീസിലും സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറിലും പ്രാവീണ്യം, മികച്ച ആശയവിനിമയ വൈദഗ്ധ്യം എന്നിവ ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. പ്രായപരിധി 35 വയസ്സാണ്. നിയമനം 1 വർഷത്തേക്കായിരിക്കും. എന്നാൽ ഇത് 3 വർഷം വരെ നീട്ടിയേക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 33,600 രൂപ പ്രതിമാസ ശമ്പളമായി ലഭിക്കും. പ്രൊജക്ട് റിസർച്ച് സയന്റിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനുള്ള പരമാവധി പ്രായപരിധി 40 വയസ്സ് ആണ്. പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നീ തസ്തികകളിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കോ PhD അനുഭവപരിചയത്തോടെ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിൽ സെക്കൻഡ് ക്ലാസ് PG ബിരുദമുള്ളവർക്കോ അപേക്ഷ സമർപ്പിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയായ മലയാളത്തിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അറിവ്, ട്രാൻസ്ജെൻഡറുകളുമായി ചേർന്ന് പ്രവർത്തിച്ച് പരിചയം, MS ഓഫീസിലും സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറിലും പ്രാവീണ്യം, മികച്ച ആശയവിനിമയ വൈദഗ്ധ്യം എന്നിവ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 80,400 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുക. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.